അല്ലദീന യുഅ്മിനൂന ബി വലം യറൗനി, എന്നെ കാണാതെ എന്നെ വിശ്വസിക്കുന്നവരാണ്. തങ്ങൾ പറയുമായിരുന്നു, നിങ്ങൾക്ക് ശേഷം വരാൻ പോകുന്ന ആളുകൾ യതമന്ന, അവർ കൊതിച്ചു പോകും, ലൗ യഫ്തദി ബിമാലിഹി വഅഹ്ലിഹി വവലദി, സ്വന്തം മക്കളും സമ്പത്തും കുടുംബവും എല്ലാം കൊടുത്തിട്ട് ലൗ റആനി, അവർ എന്നെ കണ്ടെങ്കിലെന്ന് കൊതിച്ചു പോകും. ലഹ്ലതൻ, ഒരു നോട്ടം എന്നെ കാണാൻ വേണ്ടി മക്കളും സമ്പത്തും കൊടുത്താൽ സാധ്യമാകുമെങ്കിൽ സ്വന്തം മക്കളെ ദാനം ചെയ്തിട്ടെങ്കിലും എന്നെ ഒന്ന് കാണാൻ കൊതിക്കുന്ന എന്റെ അനുയായികൾ എന്റെ കാലശേഷം വരാനുണ്ട്, എനിക്ക് അവരെ കാണാൻ കൊതിയാകുന്നു. മഹാനായ റസൂലുള്ളാഹി തങ്ങളുടെ വാക്കുകളാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളെ കാണാൻ കൊതിച്ചു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഹബീബിന്റെ മുഖത്തൊരു സന്തോഷം കണ്ട ദിവസത്തിൽ ഹബീബിനോട് പറഞ്ഞുവല്ലോ, നബിയേ, ഞാൻ എന്റെ ഇഷ്ടപ്പെട്ട ഒരു കാര്യം അങ്ങയോട് പറഞ്ഞോട്ടെ നബിയേ. ഭർത്താവിന്റെ മുഖത്തൊരു സന്തോഷം കാണുമ്പോൾ ഒരു ഇഷ്ടപ്പെട്ട കാര്യം പറയാലോ. അപ്പൊ നമ്മൾ പെണ്ണുങ്ങളൊക്കെ ആണെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറയില്ലേ, നമുക്കൊന്ന് ജ്വല്ലറിക്ക് പോവാ, അവിടെ പുതിയ മോഡലൊക്കെ എത്തിയിട്ടുണ്ട്, വളയൊക്കെ ഒന്ന് മാറ്റിക്കൂടെ, ഈ മാലൊക്കെ. ഇപ്പൊ ഡയമണ്ടിന് നല്ല ഓഫർ ഉണ്ടെന്നാ പറഞ്ഞത്. എത്രയായി ഓഫർ, എത്ര വാങ്ങിയാലായി ഓഫർ എന്നൊക്കെ ആലോചിച്ചാൽ മനസ്സിലാവും. അപ്പോ ഒന്ന് പോവല്ലേ, അതൊക്കെ ഭർത്താവിന്റെ നല്ല മൂടാണെങ്കിൽ അല്ലേ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാ, നബി തങ്ങളുടെ മുഖത്തൊരു സന്തോഷം കണ്ടപ്പോ ഞാൻ പറഞ്ഞു, ഒരു നല്ല കാര്യം ഇഷ്ടപ്പെട്ടത് നബിയോടൊന്ന് ചോദിച്ചാലോ. തങ്ങളോട് ഞാൻ ചോദിച്ചു, നബിയെ, അങ്ങയോട് എനിക്കൊരാഗ്രഹം പറയാനുണ്ട്. പറഞ്ഞോളൂ ആയിഷ, എന്താണ്? പറഞ്ഞോളൂ. അങ്ങത് സാധിപ്പിച്ചു തരുമോ നബി? തീർച്ചയായും ആയിഷ, പറഞ്ഞോളൂ. ഇസ്തഗ്ഫിർലി യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയെ, അങ്ങ് എനിക്ക് വേണ്ടി അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കൂ നബിയെ. ആയിഷ ബീവി ചോദിച്ച ചോദ്യമാണത്. ഇസ്തഗ്ഫിർലി യാ റസൂലല്ലാഹ്, എന്റെ ആയിഷക്ക് നീ പുറത്തു കൊടുക്കണേ എന്ന് അങ്ങയുടെ നാവ് കൊണ്ട് അങ്ങൊന്ന് ചോദിക്കും നബിയെ. നബി തങ്ങൾ ഉടനെ ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ് ഈ ചോദിച്ചത്. അല്ലാഹുമ്മ ഗ്ഫിർലി ആയിഷ, അള്ളാഹുവേ, എന്റെ ആയിഷക്ക് നീ പുറത്തു കൊടുക്കണമേ. ഇതങ്ങോട്ട് ദ്വാരന്നപ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ സന്തോഷം കൊണ്ട് മുഖം മടിയിൽ കുത്തിയെന്നാണ്. നബി തങ്ങൾ ചോദിച്ചു, മാലക്കി അസുരുർത്തി, എന്താ ആയിഷ ഭയങ്കര സന്തോഷമായല്ലോ. ഒമാലിയല ഉസർ, എനിക്ക് എന്തുകൊണ്ട് സന്തോഷിച്ചൂടെ നബിയെ? വഖദ് ദഅാലി റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂൽ എനിക്ക് വേണ്ടി ദുആ ചെയ്തില്ലേ, പിന്നെ എനിക്ക് എന്താ സന്തോഷിച്ചൂടെ എന്ന് ചോദിച്ചു. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, ആയിഷ, ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഈ ദുആ എന്റെ ഉമ്മത്തികൾക്ക് അല്ലാഹുവേ നീ പുറത്തു കൊടുക്കണേ എന്ന് ഞാൻ പറയാത്ത ഒരു രാത്രിയും എന്റെ ജീവിതത്തിൽ കഴിഞ്ഞു പോകുന്നില്ല ആയിഷ എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ, എന്റെ ഉമ്മത്തികൾക്ക്, എന്നെ വിശ്വസിച്ചവർക്ക്, അള്ളാഹുവിനെ വിശ്വസിച്ചവർക്ക് അള്ളാഹുവേ നീ പുറത്തു കൊടുക്കണേ. ഖിയാമത്ത് നാൾ വരെ വരാൻ പോകുന്ന മുഴുവൻ ആളുകൾക്കും പാപമോചനം കൊടുക്കണേ റബ്ബേ. അവര് വിവരമില്ലായ്മ കൊണ്ടോ കൂട്ടുകാരുടെ ഫിത്നയിൽപ്പെട്ടിട്ടോ ടെംപ്റ്റേഷനായിട്ടോ അവർ ചെയ്തു പോകുന്ന തെറ്റുകളുണ്ടോ റബ്ബേ, എന്റെ ഉമ്മത്തികൾക്ക് നീ പുറത്തു കൊടുക്കണേ. ഇത് ഉമ്മത്തികൾക്ക് വേണ്ടി ഞാൻ എന്നും ദുആ ചെയ്യുന്നുണ്ട് ആയിഷ എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് നമ്മുടെ ഹബീബ്. ഇങ്ങനെ നമ്മളെ സ്നേഹിച്ച അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. ഒരുപാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹളറത്തിലേക്ക് എത്തും. അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ, അവിടുത്തെ അല്ലാഹു സന്തോഷിപ്പിക്കട്ടെ.